ഹായ് ഹലോ ഏഞ്ചലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ മാതാവിൻ്റെ വണക്കമാസം കടശി നമ്മൾ ആഘോഷിക്കുവാണ്. അതായത് വണക്കമാസത്തിൻ്റെ അവസാന ദിവസം 31-ാം തീയതി വണക്കം കടശി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളതിന് ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. നമ്മൾ മുടങ്ങാതെ ഇത്രയും ദിവസം 31 വരെ നമ്മൾ വണക്കം വായിക്കുന്നുണ്ടായിരുന്നു. തത്തുക്കുട്ടി ദേ ഇവിടെ നല്ല ഉറക്കമാണ് ആൾ. ഇന്ന് രാവിലെ ആയിരുന്നു ഞങ്ങളുടെ കുർബാന. അപ്പോൾ കുർബാനയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ക്ഷീണം കാരണം ആൾ നല്ല ഉറക്കമാണ്. അനിയത്തി അവിടെ കിച്ചണിൽ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പായസമാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പുറത്ത് പോവുകയാണ്. സോ ഇവിടുത്തെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും ഞാൻ വഴിയെ കാണിക്കാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദേ കിച്ചണിലോട്ട് വന്നതാണ്. അപ്പോൾ മഞ്ജു അവിടെ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞ ശേഷം പിന്നെ ഞാൻ നേരെ മാല മേടിക്കാനായിട്ട് പോകാൻ ഇറങ്ങി. മഞ്ജു എന്താ പരിപാടി? സേമിയ പായസം ഉണ്ടാക്കാൻ പോണം വണക്കം കടശയ്ക്ക്. ഞാനെങ്കിൽ പോയി പൂമാല മേടിച്ചിട്ട് വരാം. പൂമാല മേടിക്കാനായിട്ട് ചന്തയിൽ പോകണം കേട്ടോ, നമ്മുടെ മാരാരിക്കുളം ചന്തയിൽ. അപ്പം ഞാൻ പിന്നെ നമ്മുടെ സ്കൂട്ടിയും എടുത്തുകൊണ്ട്, അവനാണല്ലോ ഇവിടെ പോകുമ്പോഴും ഉള്ളത്, അപ്പോൾ അവനുമായിട്ട് ഞാൻ ദേ ചന്തയിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനുണ്ടല്ലോ മുല്ലപ്പ് മേടിക്കാൻ പോയിട്ട് മുല്ലപ്പ് കിട്ടിയില്ല. അതങ്ങനെയാണല്ലോ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വേണമല്ലോ. മുല്ലപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ എന്താ ഇപ്പം മനോജ് പോയിട്ടുണ്ട് മുല്ലപ്പ് മേടിക്കാനായിട്ട്. കടയിൽ പോവാം നമുക്ക്. നമ്മളെന്തിനാ കടയിൽ പോയത്? ഇപ്പം നമ്മളെന്ത് മേടിക്കാനാണ് കടയിൽ പോയത് പറ. ഞാൻ ഈ കൂട്ടിനും കൂടി ഇപ്പോൾ ഒന്ന് കടയിൽ പോയിട്ട് വന്നതാണേ. എന്ത് മേടിക്കാനാണ് പോയത് നമ്മൾ കടയിൽ? മൊറം, പീനട്ട്, ആ കപ്പലണ്ടി, ആ അത് തന്നെ, എനിക്ക് മനസ്സിലായല്ലോ, അത് തന്നെ അല്ലേ. കള്ളി. തത്തു എന്തേ? തത്തു എന്തേ? തത്തു അതാണോ തത്തു? അതാരാ? തത്തുക്കുട്ടി ഇപ്പോഴും എണീറ്റിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഈ കൂട്ടിനെ പുനരാരംഭിച്ചും ഇടയ്ക്കൊന്ന് കിച്ചണിൽ ഒന്ന് മുഖം കാണിക്കും. കാരണം പായസത്തിൻ്റെ പരിപാടിയൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ എല്ലാം അമ്മച്ചിയുടെയും മഞ്ജുവിൻ്റെയൊക്കെ കയ്യിലാണ്. അങ്ങനെ പിന്നെ ദേ മഞ്ജു ഓരോ ഗ്ലാസ് പായസവുമായിട്ട് ഞങ്ങളവിടെ അമ്മച്ചി ദിലീപേട്ടൻ വിളിച്ചിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ഇച്ചാനായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മഞ്ജു പായസവുമായിട്ട് വന്നു. അങ്ങനെ പിന്നെ ദേ പായസമൊക്കെ കുടിച്ചു. പായസം കുടിച്ചില്ല, ജസ്റ്റ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ രണ്ടുപേരും. കാരണം നമ്മൾ വണക്കം കടച്ച് കഴിഞ്ഞിട്ടാണല്ലോ പായസം കുടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പായസമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും പിന്നെ നമ്മളിതേ അയൽപക്കത്തൊക്കെ കൊണ്ടു കൊടുക്കുവേ. അത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. അതേ പായസം അയൽപക്കത്തെ വീട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് എടുത്തു. അവരും അവരുടെ വീട്ടിലുണ്ടാക്കിയ പായസം, ഇതെല്ലായിടത്തും വണക്കം കടച്ചിയാണല്ലോ, അപ്പോൾ അവരുടെ വീട്ടിലുണ്ടാക്കിയ പായസം നമ്മുടെ വീട്ടിലും അവരും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പുറത്തെ ഗ്രേസന്മാർ കൊണ്ടു തന്നതാണ് ദേ ഈ ശർക്കര അടപ്രഥമൻ. അത് അപ്പുറത്തെ ഗ്രേസന്മാർ കൊണ്ടു തന്നതാണ്. അങ്ങനെ പിന്നെ ദേ അതൊക്കെ എടുത്തെല്ലാം എല്ലായിടത്തും കൊടുക്കാനുള്ള എല്ലാം കൊടുത്തേച്ചു. പിന്നെ മനോജ് അന്നേരം മുല്ലപ്പൂ മേടിച്ചു കൊണ്ട് തന്നായിരുന്നു. അപ്പം പിന്നെ മുല്ലപ്പൂ എല്ലാ രൂപങ്ങൾക്കും മാതാവിനും ഒക്കെ എടുത്ത് മുല്ലപ്പൂ ഇട്ടിട്ട് ദേ നമ്മുടെ മാതാവിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. മാതാവിനെ ശരിക്കും ഇന്നായിരുന്നു കൊണ്ടുപോകേണ്ടത്. അപ്പം ഞങ്ങൾ ഒരു ദിവസം കൂടെ മാതാവ് ഇത്രയും ദിവസം ഇരുന്നിട്ട് വണക്കം കടച്ച് തന്നു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇന്നുകൂടെ ഒരു ദിവസം ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളതേ പ്രാർത്ഥന എല്ലാം വണക്കം വായിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് പടക്കം പൊട്ടിച്ചിട്ട് വണക്കം വായിക്കാതിരിക്കാം. പടക്കം പൊട്ടുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയാണിത്. ഞങ്ങളുടെ അമ്മച്ചിക്ക് ഭയങ്കര പേടിയാണ്. വിരല് ചെവിടകത്ത് കുത്തിക്കേക്ക് വെച്ചോണ്ടിരിക്കണം. എനിക്കും പേടിയാണ് ഏഞ്ചല്. ആണാ ഏഞ്ചല ദൂരത്തോടെ ഇറങ്ങിയേക്കണേ. കർത്താവേ, അത്രയും പറ്റിയിടാതെ ആ വണ്ടി ഇരിക്കുന്നത് കേട്ടാ. വണ്ടി പെട്രോളാണ് കേട്ടാ, പെട്രോളാണ്. അല്ല സൂക്ഷിച്ച് പേടിക്കണം. ഏഞ്ചല് ധൈര്യമുണ്ട് കേട്ടോ. അതെ വണ്ടി ഇരിക്കണേ, വണ്ടിയിലൊക്കെ പെട്രോളാണ്. അയ്യോ കാണിക്കുന്നില്ല.
അങ്ങയുടെ സ്ഥിതികൾ നീക്കപ്പെട്ടതാണെന്ന് അങ്ങയുടെ സമീപിച്ചിട്ടുണ്ട്. പരിശുദ്ധ മറിയമേ തമ്പുരാനേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് വേണ്ട വിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ട വിധം മനസ്സിലാക്കാത്തതിനാലാണ്. സുവിശേഷത്തിൽ നിന്ന് 2-ാം അധ്യായം 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വീനിനോസ് സിറിയയിൽ ദേശാധിപതിയായിരുന്നപ്പോൾ ആദ്യത്തെ ഈ പേരെടുത്തു കടന്നു. പേരെഴുതാനായി ഓരോരുത്തരും തന്താങ്ങൾ ദയയുള്ള പായസം കുടിക്കുവാണ്. അടുത്ത പായസം. അങ്ങനെ ദേ പ്രാർത്ഥനയും പായസം കൂടി എല്ലാം കഴിഞ്ഞ് ദേ പടക്കം പിള്ളേരെ കാണാതെ ഞാൻ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ദേ പടക്കവും കാര്യങ്ങളും എല്ലാം എടുത്ത് അപ്പം നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ ഈ പടക്കം കൂടെ ഒന്ന് പൊട്ടിച്ച് നമ്മൾ നിർത്തുവാണ്. ടാറ്റ ബൈ ബൈ, സീ യു.